ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചായമൻസ ചീരത്തോരനാണ്. ഇതിനു മുമ്പ് ഞാൻ ഈ ചീരത്തോരനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണം. ഇത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല പോഷക ഗുണമുള്ള ഒരു ചീരയാണ്. ഞാനത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ട് ഇങ്ങനെ ഒടിച്ചു നോക്കുമ്പോൾ ഒടിയുന്നുണ്ടെങ്കിൽ അത് അരിഞ്ഞെടുക്കാവുന്നതാണ്. അധികം മൂത്ത് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. നടുവേ ആ തണ്ടൊന്ന് കീറിയതിന് ശേഷം എല്ലാം ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുക. എല്ലാം ചേർത്ത് പിടിച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അതിനുശേഷം എല്ലാം കൂടെ ഒന്നും കൂടെ ചേർത്ത് പിടിച്ച് അരിയുകയാണെങ്കിൽ നന്നായി ചെറുതായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു സവോള, 3-4 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 കപ്പ് തേങ്ങയും ഞാൻ എടുക്കുന്നുണ്ട്. ആ തേങ്ങയൊന്ന് പച്ചമുളകൊക്കെ ഇട്ട് ഒതുക്കിയെടുക്കണം. സവോള അരിഞ്ഞെടുക്കണം. തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് വേഗം അരിഞ്ഞു കിട്ടും. അധികം അരിയണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. സവോള അരിഞ്ഞെടുക്കണം. ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ മതിയാകും. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ സവോളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് 1 മിനിറ്റ് നേരം വഴറ്റണം. അതിനുശേഷം ഈ ഒതുക്കിയെടുത്തിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് 1 മിനിറ്റ് നേരം അതിലിട്ടൊന്ന് വഴറ്റുക. അതിൻ്റെ പച്ചമണമൊക്കെ പോകാനാണ്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം ആ അരിഞ്ഞ ചീര അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ചീരയ്ക്ക് പെട്ടെന്ന് ഉപ്പ് കൂടി പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചീരയ്ക്ക് എപ്പോഴും ഉപ്പിടാൻ. ഇനി വേണമെങ്കിൽ ഒന്ന് വെന്തതിന് ശേഷം നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. എല്ലാം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് അവിടെ പൊത്തി മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് എടുത്ത് നോക്കുന്നുണ്ട്. ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കുക. കുറച്ചും കൂടെ വേകാനുണ്ട്. എല്ലാം ഒന്ന് തട്ടിക്കൂട്ടി മൂടി വയ്ക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് വരെ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഏകദേശം ചീരയൊക്കെ വെന്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായമൻസ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. നല്ല പോഷക ഗുണമുള്ള ചീരയാണ്. താങ്ക് യു.